കടുപ്പത്തിലൊരു ചായയും കുടിച്ച് ഇന്നത്തെ ഒരു ദിവസം അങ്ങ് തുടങ്ങി കേട്ടോ. ചായയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തായണ്ടേ എൻ്റെ മോൾ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവൾ കട്ടിൽ കിടക്കുകയാണെങ്കിൽ തനിയെ എണീറ്റ് നെഞ്ചെടുത്ത് വരും കേട്ടോ. പിന്നെ നമുക്കിന്ന് രാവിലെ തന്നെ മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മീനിൻ്റെ പേരെന്തോന്ന് ചോദിക്കരുത്, മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. മീനെന്നൊക്കെ ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ എൻ്റെ പണിയായതായിട്ടുള്ള ഫിഷ് കട്ടറും പിന്നെ കത്തിയും വെച്ച് തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും മീൻ വൃത്തിയാക്കുക. അറിയാവുന്നതിൻ്റെ മാക്സിമം നന്നായിട്ട് തന്നെ മീൻ വൃത്തിയാക്കാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് അടുക്കള കുക്കിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അറിയാത്ത മീനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ചില വീഡിയോസിലൊക്കെ നോക്കിയിട്ടൊക്കെയാണ് കേട്ടോ കറി വയ്ക്കുക. പിന്നെ ഈ മീനാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കറി വയ്ക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുളകും കുടംപുളിയൊക്കെ ഇട്ടാണ് വെച്ചത്. പക്ഷെ നല്ല ടേസ്റ്റൊക്കെ ഉള്ള മീനായിരുന്നു കേട്ടോ. പക്ഷെ നല്ല മുള്ളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. സാധാരണ നമ്മുടെ വീട്ടിൽ കൂടുതലും ചാള, അയില അങ്ങനത്തെ മീനുകളാണ് കേട്ടോ കൂടുതലും വാങ്ങാറ്. അയിലയാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീൻ. കുഞ്ഞനാണെങ്കിൽ ഏറ്റവും ഇഷ്ടം അയില മീനാണ് കേട്ടോ. എപ്പോഴും മീൻ കൊണ്ടുവരുമ്പോൾ അയില മീനാണെന്ന് ചോദിച്ചിട്ട് വരും കേട്ടോ. പക്ഷേ ഈ മീനായതുകൊണ്ട് ആളങ്ങനെ കഴിച്ചതും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം മീനിൻ്റെ അരപ്പൊക്കെ അരച്ചു കേട്ടോ. നമ്മുടെ വീട്ടിൽ ഈ മീൻ അങ്ങനെ പൊതുവെ വാങ്ങാറില്ല കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ ഈ മീൻ വാങ്ങുന്നത്. തേങ്ങ അരച്ച് വെക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. തേങ്ങ അരച്ച് ഞാൻ വെച്ചിട്ടില്ല. ആദ്യം വെച്ചപ്പോൾ ഞാൻ മുളകും കുടംപുളിയും ഇട്ട് വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അത് തന്നെ ഫോളോ ചെയ്തു. കറി വെറുതെ പരീക്ഷിച്ച് കുളവാക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. ഒടുക്കത്തെ ടേസ്റ്റായിരുന്നു കേട്ടോ ഈ മീനെന്ന്. നല്ല മുള്ളുമാണ്. ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുടംപുളിയാണ് ഞാനിപ്പം കൂടുതലും കറികൾക്കൊക്കെ യൂസ് ചെയ്യാറ് കേട്ടോ. പിന്നെ നമ്മൾ മുളകിട്ട മീൻകറി വെക്കുന്ന ദിവസമെല്ലാം അന്നത്തെ ദിവസം മീൻകറി ഉപയോഗിക്കാറില്ല കേട്ടോ. അന്ന് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് കേട്ടോ ഉപയോഗിക്കാറ്. കാരണം എന്ന് വെച്ചാൽ പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റായിട്ട് തോന്നാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഇപ്പം മീൻ നന്നാക്കുന്ന സമയത്ത് ഈ ഒരു പൂച്ച ഇവിടെ വന്നിരിക്കും കേട്ടോ. ഇപ്പോൾ അത് ഗർഭിണിയാണെന്ന് തോന്നുന്നു. രണ്ടാമത്തെ പ്രസവം ആവാറായെന്ന് തോന്നുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് പൂച്ചകൾ, പട്ടികൾ അതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. പ്രത്യേകിച്ച് കുഞ്ഞു മക്കളുള്ളത് കൊണ്ട് തന്നെ ഇവരാണെങ്കിൽ പൂച്ചേനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കൗതുകമാണ് കേട്ടോ. അതിൻ്റെ അടുത്തോട്ടൊക്കെ പോകാനായിട്ട് എൻ്റെ മോളെപ്പോഴും നോക്കും. അപ്പോൾ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. അത് പിടിച്ച് മാന്തിയാണ് ചെയ്യുമെന്നൊക്കെ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ഞാൻ പൂച്ചകളെ പൊതുവെ അങ്ങനെ വീട്ടിൽ അടുപ്പിക്കാറൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ മോള് ചോറൂണെല്ലാം കഴിഞ്ഞിട്ട് കളിക്കാനായിട്ട് മുറ്റത്ത് ഇറങ്ങി കേട്ടോ. മുറ്റത്ത് ഇറങ്ങുമ്പോൾ പിന്നെ ചേട്ടൻ്റെ ചെരുപ്പ് കൊണ്ടപ്പോൾ ആശാട്ടി അതൊന്ന് ഇട്ട് നോക്കാനായിട്ട് ഇട്ട് പിച്ച വെച്ചിങ്ങനെ തപ്പി നടക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ അവളുടെ മെയിൻ ഹോബി എന്ന് വെച്ചാൽ എല്ലാവരുടെയും ചെരുപ്പ് എടുത്തിട്ട് നടക്കലാണ് കേട്ടോ. അങ്ങനെ അവളെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൻ്റെ ഒരു ഭാഗത്തായിട്ട് നല്ലോണം വട്ടയില പിടിച്ച് നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് എൻ്റെ അമ്മയെ ഓർമ്മ വന്നു കേട്ടോ. പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് അമ്മ എനിക്ക് ഇതിനകത്ത് അട ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പൊട്ടിച്ചെടുത്ത് പിന്നെ പുറത്ത് പോയി വന്നപ്പോൾ ഈ തേനെല്ലിക്ക കണ്ടപ്പോൾ വാങ്ങിയിട്ട് വന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ രാവിലെ ചുട്ട ദോശമാവ് കുറച്ച് ഉപ്പിടാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം മുഖത്തൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തോട്ടൊക്കെ പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമ്മൾ സോപ്പിന് പകരം ഇങ്ങനെ കുറച്ച് നേരം തേച്ചിട്ട് 10 മിനിറ്റിന് കഴുകിക്കളയുമ്പോൾ മുഖം നല്ല അഴുക്കൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആവും കേട്ടോ. പിന്നെ ചെറിയൊരു ഗ്ലോ പോലെയൊക്കെ തോന്നാറുണ്ട് കേട്ടോ. ഈ ടിപ്പ് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരി സോണി എനിക്ക് പറഞ്ഞു തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ പരീക്ഷിച്ചപ്പോൾ തന്നെ നല്ല ഫേസ് നല്ല ക്ലീൻ ആയിട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. നല്ലൊരു സ്ക്രബായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ദോശമാവിൽ ഉപ്പ് ചേർക്കാതെ വേണം കേട്ടോ മുഖത്തിങ്ങനെ അപ്ലൈ ചെയ്യാൻ. നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഞാൻ കൂടുതലും മുഖത്ത് സോപ്പ് അങ്ങനെ യൂസ് ചെയ്യാറില്ല. പകരം ഇങ്ങനെ പയർ പൊടി ഇങ്ങനത്തെ കുറേ ഹോം മെയ്ഡ് ടിപ്സൊക്കെ ഇങ്ങനെ പരീക്ഷിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഞാൻ കുളിച്ച് നല്ലൊരു ചായയൊക്കെ കുടിച്ച് അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ടാറ്റ.